بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. نحمد الله سبحانه وتعالى أولا وآخرا وباطنا وظاهرا بعون الله وتوفيقه ومنه وفضله وكرمه وجوده. نحن الآن في ساحة شيخنا تاج الشريعة، رفع الله درجته ونفعنا الله بعلومه وأنواره وأسراره ومحبته وخلقه يا رب العالمين. نحن نتبرك بهذه الساحة المباركة والساعة المباركة والمجلس المبارك، لأننا في ذكرى عالم جليل عامل بحياته وعلمه، وكان مرشدا لهذه الأمة المحمدية المباركة، وجمعنا الله معه في مستقر رحمته في فراديس جنانه، وجعلنا الله من المتقين الفائزين. അത്യാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട താജുശ്ശരിയ ഉസ്താദിന്റെ സമക്ഷത്തിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ബറക്കത്തിന് വരാം എന്ന് കരുതിയതാണ്. അല്ലാതെ ഈ സദസ്സിൽ ഒരു പ്രസംഗത്തിനോ ഒരു ക്ലാസ്സിനോ ഒന്നും വലിയ പ്രസക്തിയില്ല. ഇവിടെ ഒരുമിച്ച് കൂടിയവരെല്ലാം ആലിമീങ്ങളും ഉസ്താദവറുകളുടെ അൻവാറുകളിൽ നിന്ന് ലഭിച്ചവരും ഉസ്താദിന്റെ ജീവിതം കൊണ്ട് ഇർഷാദ് സിദ്ധിച്ചവരുമാണ്. അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ഉസ്താദവറുകളുടെ കൂടെ ജീവിക്കാനും സമക്ഷത്തിൽ പഠിക്കാനും കഴിഞ്ഞു എന്നത് ഈ കാലഘട്ടത്തിലെ വലിയ നിയോഗമാണ്. ഞങ്ങൾക്ക് ബുഖാരിയിൽ ഒരേ പ്രായക്കാരും അടുത്ത ദേശക്കാരുമായ രണ്ട് ഉസ്താദുമാരുണ്ടായിരുന്നു. ഓരോ ഉസ്താദുമാരുടെ ക്ലാസ്സിലിരിക്കുമ്പോഴും അവരുടെ ഉസ്താദ് ആരാന്ന് മനസ്സിലാവും. ഒരു ഉസ്താദ് ബഹുമാനപ്പെട്ട മുതുവല്ലൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ റഹിമഹുല്ലാ ഒരു കൈപ്പറ്റ ഉസ്താദിന്റെ അടുത്തും ഉസ്താദുൽ അസ്താദ് ഓക്കെ ഉസ്താദിന്റെ അടുത്ത് ഓതി വന്നതാ. അപ്പൊ ആ ക്ലാസ്സിന് മുഴുവനും അങ്ങനെ ഒരു ശൈലി ഉണ്ടാവുക. ഉസ്താദിന്റെ മീസാൻ മുതൽ തുഹ്ഫ വരെ എല്ലാ കിതാബിലും തഅലീഖ് എഴുതിയിട്ടുണ്ടാവും. ഒരു മീസാൻ എടുക്കാനാണെങ്കിലും മുതാലഅ ചെയ്തിട്ടേ ഉസ്താദ് വരൂ.
അത് കൈപ്പറ്റ ഉസ്താദിന്റെയും ഓക്കെ ഉസ്താദിന്റെയും തരീഖിൽ നിന്ന് മനസ്സിലാക്കി വന്ന ശൈലിയാണ്. അടുത്ത പീരീഡ് ഞങ്ങൾക്ക് കിതാബ് എടുക്കുന്നത് വളരെ സൂഫി വര്യനായിരുന്ന തരുവറ അഹമ്മദ് ഉസ്താദ് എന്ന് പറയും. ഓറും വഫാത്തായി പോയി, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഓര വാപ്പയിൽ നിന്നാണ് ശംസുൽ ഉലമ EK ഉസ്താദ് റഹിമഹുല്ലാ ഖാദിരിയ തരീഖത്ത് സ്വീകരിച്ചത്. പാരമ്പര്യമായി തന്നെ വലിയ ആലിമീങ്ങളാണ്. അപ്പൊ ഉസ്താദ് ക്ലാസ്സിൽ വന്നാല് ചിലപ്പോ കയ്യിൽ കിതാബൊന്നും ഉണ്ടാവില്ല. വലിയ ബഹ്സുകളും ചർച്ചയും ഒക്കെ ആയിരിക്കും. ഒരു ഫളുഫരി കുട്ടി ഉസ്താദിന്റെ അടുക്കൽ ഓതിയവരാണ്. അപ്പൊ ആ ശൈലിയാണ് ഉണ്ടാവുക. അപ്പൊ 2 പീരീഡിൽ വന്നാലും ഓരോ ഉസ്താദുമാരുടെ പകർപ്പാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നതുപോലെ എവിടെയും മാതൃകയായി ഉദ്ധരിക്കാൻ പറ്റുന്ന വലിയ ഒരു ഷെയ്ഖിന്റെ ശിഷ്യന്മാരാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും. ഉസ്താദിന്റെ ഖുലുഖിൽ നിന്നും, ഉസ്താദിന്റെ സമീപനത്തിൽ നിന്നും, ഉസ്താദിന്റെ വൈജ്ഞാനിക സ്വഭാവത്തിൽ നിന്നും ഒക്കെ ഒരുപാട് പകർപ്പ് കിട്ടിയവരാണ്. അത് തന്നെ നമുക്ക് വലിയൊരു അസറ്റാണ്. മാത്രമല്ല, താദുശ്ശേരിയ ഉസ്താദ് അവറുകളെ എങ്ങനെയായിരിക്കണം ഒരു ഗുരു, ഒരു ശിഷ്യൻ എന്ന് അവതരിപ്പിക്കാൻ വേണ്ടി സിറാജുൽ ഹുദയിൽ വെച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തിയ ഒരു സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു. ആ സ്റ്റേജിൽ വന്നിട്ട് താജുശ്ശേരിയ ഉസ്താദ് അവറുകള് മുഴുവനും ഖുതുബി ഓർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അവതരിപ്പിച്ചത് മുഴുവൻ. അവിടുന്ന് റിയാദുസ് സ്വാലിഹീന്റെ ഒരു ഹദീസ് മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഓതി. അന്ന് SSF ലക്ഷ്യം വെച്ചത് നമ്മുടെ ഉസ്താദുമാരെങ്ങനെയാണ്, അവരുടെ ഉസ്താദുമാരെങ്ങനെയായിരുന്നു എന്ന് അറിയിക്കലായിരുന്നു. ആ സമ്മേളനത്തിൽ കോട്ടൂർ ഉസ്താദ് അവറുകൾ വന്നു. അത് വേറെ ഒരു ലോകമാണ്. ഓരോ ദർസ് കേട്ടപ്പോൾ അവിടുത്തെ സ്വാഗത സംഘത്തിന്റെ ഖജാൻജിയായിരുന്ന ആചാര്യ പറഞ്ഞു, നമുക്കാർക്കും ഒന്നും തിരിഞ്ഞിട്ടില്ല എന്നിപ്പൊ തിരിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ കോട്ടൂർ ഉസ്താദ് അവറുകളുടെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ, ഓരോ ശിഷ്യന്മാരായ ഫാദിലിമാരും മറ്റുമൊക്കെ ദർസ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു ശൈലി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ കുറെ മഹത്തുക്കളുടെ പകർപ്പുകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വലിയൊരു പാരമ്പര്യം. അപ്പൊ ഈ ഇരിക്കുന്നവർക്കൊക്കെ അഭിമാനപൂർവ്വം പറയാൻ പറ്റും, ഞങ്ങൾ ഇന്ന ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. അഹമ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി വാപ്പയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, വാപ്പമാരെ കുറിച്ച് ഇങ്ങനെ ഫഖർ പറയുന്നതിന് ചില ആളുകളൊക്കെ അതൊരു നല്ല കാര്യമല്ല എന്ന് പറഞ്ഞെങ്കിലും നല്ല വാപ്പാമാരെ അല്ലാഹു തആല നമുക്ക് തന്നത് പറയാനല്ലാതെ പിന്നെ എന്തിനാണ്? നഖി അലി ഖാൻ എന്നവരെ കുറിച്ച് എഴുതിയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്, എന്നതുപോലെ എവിടെയും പറയാൻ പറ്റുന്ന ഉസ്താദുമാരെ നമുക്ക് തന്നത് അവരെ പറഞ്ഞുകൊണ്ടിരിക്കാനും അവരെ പകർത്തി കൊടുക്കാനും ഒക്കെയാണ്. അല്ലാഹു ബഹുമാന്യരായ ഉസ്താദ് അവറുകളുടെ സന്തോഷമുള്ള അനുയായികളിൽ, ശിഷ്യന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അവിടുത്തെ ഹളറത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ വരും. ഇന്നവിടെ ഉസ്താദിന്റെ പല ശിഷ്യന്മാരുടെയും കൂടെ നിൽക്കുമ്പോ യാസീൻ ഓതണോ അർറഹ്മാൻ ഓതണോ എന്നൊരു ഇഷ്കാല് മനസ്സിൽ വന്നു. കാരണം ഉസ്താദ് എപ്പോഴും അർറഹ്മാൻ സ്വർഗത്തിൽ ഓതുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ 3-4 പോയിന്റുകളാണ് ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറുമ്പോൾ മനസ്സിൽ വരിക. ഉസ്താദ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളൊക്കെ
സ്വർഗത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും ഒരു സൗന്ദര്യമുള്ള ഒരു ഇസ്ലാമിനെയാണ് നമുക്ക് വരിക. ചില മഹാന്മാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഒരു ഹൈബത്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. താജുൽ ഉലമ ഉപ്പാപ്പാന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കാല് വിറച്ചു പോകും. അതൊരു ചിലപ്പോഴൊരു ജലാലത്ത് അനുഭവിച്ച ഒരാളായതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ കയറിയാൽ ഇപ്പൊ എന്താവുക എന്നൊരു പേടിയായിരിക്കും മനസ്സിലുണ്ടാവുക. അപ്പൊ ചിലരുടെ മക്കാമ് ജലാലത്തിനെ അറിയിക്കുന്നതായിരിക്കും. ചിലരുടെ മക്കാമുകളിലേക്ക് വരുമ്പോ ജമാലാണ് ഫീൽ ചെയ്യുക. അപ്പൊ ഇവിടേക്ക് വരുമ്പോ എല്ലാവർക്കും മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു ജമാല് അനുഭവിക്കുന്ന ഒരു ഹളറത്താണ്. അവിടുത്തെ ജീവിതം പോലെ അവിടുത്തെ വഫാത്തിനു ശേഷവും നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സൗന്ദര്യം ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുന്ന് നമ്മളാകുന്ന അനുയായികളും ശിഷ്യന്മാരും നന്നാവണമെന്ന് ആഗ്രഹിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എനിക്കിവിടെ പ്രത്യേകിച്ചൊരു വിഷയമൊന്നും പറയാനില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു ബർക്കത്ത് എടുക്കുക, നിങ്ങൾക്ക് ആർക്കും അറിയാത്തതൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ സാധാരണ എല്ലാവരും കൂടെ കൂടിയിട്ട് മൗലിദ് ഓതുമ്പോൾ എല്ലാവരും കൂടെ ഒച്ചത്തിൽ ഹദീസ് ഓതൂലല്ലോ. ഒരാളെ ഹദീസ് ഓതുക, ബാക്കിയുള്ളവരെല്ലാം കൂടി ബെയ്ത്തില്ല എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ മുത്തഅല്ലിമീങ്ങൾ ചെറിയ ആളുകളായിരിക്കും ചിലപ്പോൾ ഹിക്കായത്ത് ഓതുക. ആ നിലക്ക് ചില കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുന്നു. ഉസ്താദ് അവറുകളുടെ ഹളറത്ത് എന്ന് പറയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കാനത്താണ്. അതിൽ നിന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ തബറുക്കിന് വേണ്ടി പറയുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു തആല പറഞ്ഞു, വറഫഅനാ ലക ദിക്റക. അല്ലയോ പ്രവാചക പ്രഭോ, അവിടുത്തേക്ക് വേണ്ടി അവിടുത്തെ പ്രശസ്തിയെ നമ്മൾ ഉയർത്തിയിരിക്കുന്നു. വറഫഅനാ എന്ന് പറയുന്നത് ഒരു സൗന്ദര്യത്തിന്റെ പ്രയോഗ. കാരണം ഐനുൽ കമാലി വൽ ജമാലായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ ജമാല് വെച്ചുകൊണ്ടേ പറയാൻ പറ്റും. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോ പറഞ്ഞത് ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. അവിടെ അന, ഞാൻ എന്ന ജലാലോടുകൂടിയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഏറെ ആദരിക്കപ്പെടേണ്ട കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലാഹു തആല ബഹുവചനമാണ് ഉപയോഗിച്ചത്. അവനെക്കുറിച്ച്, ഏകനായ അള്ളാഹുവിനെ കുറിച്ച് ബഹുവചനം ഉപയോഗിക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അത് ഖുർആനിന്റെ ഉള്ളും പുറവും അറിയിക്കാൻ വേണ്ടിയാണ്. അതൊരു സൗന്ദര്യത്തെ കൂടി ചേർത്ത് വെക്കാൻ വേണ്ടിയാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിന് മറ്റൊരാശയം കൂടിയുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരിലൂടെ അതിനെ ഹിഫ്ള് ചെയ്യും. അപ്പൊ ഞാൻ എന്നെ മാത്രമല്ല അതിൽ പറയുന്നത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാൻ അത് ഹിഫ്ള് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നൊരാശയം കൂടി അതിൽ മഹാന്മാര് പറഞ്ഞത് കാണാം. അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് തങ്ങളെ വറഫഅനാ ലക ദിക്റക, അവിടുത്തെ ദിക്റിനെ നമ്മൾ ഉയർത്തി. ഒരുപാട് അമ്പിയാക്കന്മാരെ അല്ലാഹു തആല സ്ഥാനം ഉയർത്തി എന്നൊരായത്തിൽ പറയുന്നുണ്ട്. തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമ അല്ലാഹ് വറഫഅ ബഅദഹും ദറജാത്ത്. അമ്പിയാക്കന്മാരിൽ മുർസലീങ്ങളിൽ ചില ആളുകളെ ചിലരേക്കാൾ അല്ലാഹു സ്ഥാനം ഉയർത്തി. എന്നിട്ട് വാതൈനാ ഈസ ഇബ്ന മറിയം അൽ ബയ്യിനാതി വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്.
അമ്പിയാക്കന്മാരെ എല്ലാവരെയും സ്ഥാനമുയർത്തിയ ആശയം ഒരായത്തിൽ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം സ്ഥാനമുയർത്തിയത് വറഫഅനാ, നമ്മൾ തങ്ങൾക്ക് പ്രത്യേകം സ്ഥാനം ഉയർത്തി തന്നിരിക്കുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിമാരുടെ നബിയും ഉമ്മത്തുകളുടെ നബിയും കൂടിയാണ്. എല്ലാ നബിമാരും അവരവരുടെ ഖൗമിന്റെ നബിയാണ്. ഓരോ സമുദായത്തിലേക്ക് ആദ്, സമൂദ്, അങ്ങനെ ഓരോ ഗോത്രത്തിലേക്ക് അല്ലാഹു തആല ഓരോ പ്രവിശ്യയിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത് ഇന്നാ അർസൽനാക റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. ആലമായിട്ട് അല്ലാഹു തആല പടച്ചതിന് മുഴുവനും കാരുണ്യമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റ് അമ്പിയാക്കന്മാർക്ക് അവരുടെ പ്രവിശ്യയിലേക്ക് അവരുടെ കാലത്തേക്ക് മാത്രമാണ് അവർക്ക് സവിശേഷമായ ഉത്തരവാദിത്വമുള്ളത്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നിങ്ങളിലേക്ക് മുഴുവനും അല്ലാഹു തആല എന്നെ നിയോഗിച്ചിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകം വളരെ വിശാലമാണ്. അപ്പൊ എല്ലാ നബിമാരുടെയും നബിയാണ്. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അഅല ഹമാരാ നബി. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഉന്നതർ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളിൽ ഏറ്റവും ഉന്നതർ റസൂലുമാരാണ്. ആ റസൂലുമാരുടെയും മേലെയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇദാ അഖദല്ലാഹു മീസാഖൻ നബിയ്യീന എന്ന് തുടങ്ങുന്ന ആയത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കന്മാരോടും ഉടമ്പടി എടുത്തു. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ നിങ്ങളുടെ കിതാബ് മടക്കി വെച്ചിട്ട് ഫോളോവറായി മാറണം. ആ ഒരു ഉടമ്പടി എല്ലാ നബിമാരോടും എടുത്തു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നബിയുടെയും മുമ്പിൽ അവിടുത്തെ പ്രവർത്തനം അവസാനിക്കുന്നില്ല. എല്ലാ നബിമാരും ലൗ കാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ, മൂസാ നബി അലൈഹിസ്സലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പിൻപറ്റുകയല്ലാതെ വേറെ ഒരു മാർഗവും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഈ ശരീഅത്തിനെ ശക്തിപ്പെടുത്താൻ ഒരു നബി വരും. ആ നബി കേവലം ഈ ഉമ്മത്തിലെ ഒരു താബിആയിട്ട് വരികയല്ല, ഒരു കാലത്തെ നയിച്ച നബി തന്നെ പിന്നീട് ഉമ്മത്തിന്റെ നബിയായി വരികയാണ്. ഈസാ അലൈഹിസ്സലാം ഒരു നബിയെ അല്ലാഹു തആല കാത്തുവെച്ച് ഒരു ഉമ്മത്തിനെയും നയിക്കാതെ ട്രെയിനിങ് ഒന്നും നടക്കാതെ ഈ ഉമ്മത്തിലേക്ക് ഒരു മെമ്പറായിട്ട് വിടല്ല. അതിനേക്കാളും അജ്മലാണ്, അല്ലെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി ഒരു നബി വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കിതാബ് കിട്ടിയ ഒരു റസൂലായ, മാത്രമല്ല ഒരുപാട് മുഅ്ജിസാത്തുകൾ കൊണ്ട് ലോകാവസാനം വരെ അടയാളപ്പെടുത്തിയ ഒരു നബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ ശക്തിപ്പെടുത്താൻ നബിയുല്ലാഹി വ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വരുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിക്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. എല്ലാ ഉമ്മത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഉസ്താദ് അവറുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചയും കാഴ്ചപ്പാടും അവിടുത്തെ നീണ്ടു നിൽക്കുന്ന തർബിയത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞുപോയ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, തങ്ങൾ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്.
അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയാണ്. അതിനു മുമ്പുള്ള ഓരോ കാലത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. എല്ലാ അമ്പിയാക്കന്മാരുടെയും എല്ലാ ഉമ്മത്തിന്റെയും കാര്യങ്ങളിൽ സാക്ഷിയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ശ്രുതി നേരത്തെ തന്നെ എല്ലാ അമ്പിയാക്കന്മാരിലും ഔലിയാക്കളിലും ഒക്കെ അല്ലാഹു തആല നിലനിർത്തി. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹിബ്ബാൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ യഅല, ഇമാം നൂറുദ്ദീൻ അൽ ഹൈതമി മജ്മുഉ സവായിദിൽ ഹസനായ ഇസ്നാദോടുകൂടി പറയുന്നത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാനി ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നു. ഫഖാല ഇന്ന റബ്ബി വറബ്ബക യഖൂൽ കൈഫ റഫഅതു ദിക്റക. അല്ലയോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് അവിടുത്തെ ദിക്റിനെ, അവിടുത്തെ പ്രശസ്തിയെ അല്ലാഹു ഉയർത്തിയത്? ഖാല അല്ലാഹു അഅലം, അല്ലാഹുവിനാണല്ലോ ഏറ്റവും അറിയുന്നവൻ. അതൊരു അദബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഹഖീഖത്തൻ പറഞ്ഞാലും ഒന്നുമില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു അഅലം എന്ന് പറയും. അത് അദബൻ എന്ന നിലക്ക് പറയാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞതായി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, ഇദാ ദുകിർതു ദുകിർത മഈ. തങ്ങളെ എന്നെ എവിടെല്ലാം പറഞ്ഞാലും അവിടെയെല്ലാം തങ്ങളെയും പറയും. റഫഅനാ ലക ദിക്റക എന്നതിന്റെ തഫ്സീർ അല്ലാഹു തആല തന്നെ വിശദീകരിക്കുകയാണ്. ഇദാ ദുകിർതു ദുകിർത മഈ. തങ്ങളെ എന്നെ എവിടെല്ലാം പറയുന്നോ അവിടെയെല്ലാം തങ്ങളെയും പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു മഹത്വമാണ്. ഖാലിഖായ റബ്ബിന്റെ കൂടെ മഖ്ലൂഖിനെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം പറയുകയാണെങ്കിൽ എളുപ്പം പറയാൻ പറ്റുന്ന പ്രയോഗം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ മേലെ ഒരു മഖ്ലൂഖും ഇല്ല, ഖാലിഖായ അല്ലാഹുവേ ഉള്ളൂ. ഖാലിഖായ റബ്ബിന്റെ തൊട്ട് താഴെയുള്ള സ്ഥാനം ആരുടേതാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ഇതിനേക്കാൾ കമാലായ ഒരു പ്രയോഗം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാനുള്ളത്? അപ്പൊ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിക്റിനെ ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറഞ്ഞാലും അവിടെയെല്ലാം അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയും. ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, റഫഅ അല്ലാഹു ദിക്റഹു ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം ഈ ലോകത്തും പരലോകത്തും ഉയർത്തി. ലോകത്തുള്ള എല്ലാ പ്രസംഗകരും, കലിമ ഉച്ചരിക്കുന്നവരും, നിസ്കരിക്കുന്നവരും ഇല്ലാ യുനാദി ബിഹാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാതെ ലോകത്തൊരു നിസ്കാരവും ഇല്ല, ഒരു വാങ്കും ഇല്ല, ഒരു കർമ്മങ്ങളും ഇല്ല എന്ന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം വഫദ് അബ്ദുൽ ഖൈസിന്റെ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിലേക്ക് വന്നു. അന്ന് ബഹ്റൈൻ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണത്. അതുകൊണ്ട് ഹദീസിൽ ബഹ്റൈൻ എന്ന് കാണും. അന്ന് ബഹ്റൈൻ എന്നറിയപ്പെട്ട സ്ഥലം. മദീനത്ത് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ജുമുഅ നിലനിർത്തിയിട്ട് രണ്ടാമത് ലോകത്ത് ജുമുഅ നടന്നത് ആ ബഹ്റൈനിലെ മസ്ജിദ് ജുവാസ എന്ന് പറയുന്ന പള്ളിയിലാണ്. ആ പള്ളി ഇന്നും ഉണ്ട്, നമുക്ക് പോയാൽ അവിടെ നിസ്കരിക്കാൻ പറ്റും. ആ വഫദ് അബ്ദുൽ ഖൈസിന്റെ നാടാണത്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സംഘം വന്നു. വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഞങ്ങളോട് ശത്രുതയിലുള്ള ഒരു ഗോത്രമുണ്ട്, അതുകൊണ്ട് എക്കാലത്തും വരാൻ കഴിയില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്, അമറനാ ബി അർബഇൻ വനഹാനാ ബി അർബഅ. 4 കാര്യങ്ങൾ കൽപ്പിക്കുകയും 4 കാര്യങ്ങൾ വിലക്കുകയും ചെയ്തു. അമറനാ ബിൽ ഈമാനി ബില്ലാഹി വഹ്ദഹ, അല്ലാഹുവിൽ വിശ്വസിക്കണം എന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, അത്തദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പൊ അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. ആ പ്രയോഗം തന്നെ മതി, അതിപ്പോ ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോണില്ല.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാഹു ഏകനാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിക്കുമ്പോഴേ അല്ലാഹുവിലുള്ള വിശ്വാസമാവുള്ളൂ. ഈമാനു ബില്ലാഹ് എന്നാകണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്തും കൂടി വിശ്വസിക്കണം. അപ്പൊ അവര് വന്നിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആ പ്രദേശം മുഴുവനും കാണിക്കപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓരോ വിഭവങ്ങളും എണ്ണി. അവിടെ ബർണി എന്നൊരു കാരക്ക ഉണ്ടല്ലേ, അവിടെ ഇന്നൊരു കാരക്ക ഉണ്ടല്ലേ, അവിടെ ഇന്നൊരു ഈത്തപ്പഴം ഉണ്ടല്ലേ, അവിടുത്തെ വിഭവങ്ങളെ എല്ലാം എണ്ണി പറഞ്ഞപ്പോൾ വഫദ് അബ്ദുൽ ഖൈസിലെ സംഘം പറഞ്ഞു, ഞങ്ങളുടെ നാടിന്റെ ഏറ്റവും ഒത്ത നടുവിൽ ദീർഘകാലം ജീവിച്ച ഒരാളുണ്ടെങ്കിൽ അയാൾക്കും ഇതിനേക്കാൾ അപ്പുറം ഞങ്ങളുടെ നാടിനെ കുറിച്ച് പറയാൻ കഴിയില്ല. ആ നാടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞല്ലോ. അതെന്താണ്? ആ നാട് മുഴുവനും അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. അൽ ഹസയുടെ ഒരു ചരിത്രമുണ്ട്, അവിടുത്തെ പണ്ഡിതന്മാർ എഴുതിയത്. അതിൽ ഇതിന്റെ ഒരുപാട് വിശദീകരണങ്ങൾ. ഇന്നവിടെ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അഷ്ശൈഖ് അബ്ദുൽ ഇലാഹ് അൽ അർഫജ്. അദ്ദേഹം ആ നാടിനെ കുറിച്ച് നല്ല ഒരു താരീഖ് എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽ ഹസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന വിധം ഇൽമിന്റെ ഒരു നാടാണ്. അബ്ദുൽ ഇലാഹ് അൽ അർഫജ് അദ്ദേഹത്തിന്റെ ഗുരുവായ അഹ്മദ് ദൗഗാൻ തങ്ങളിൽ നിന്ന് തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്ര തുടക്കം മുതൽ ഒടുക്കം വരെ ഓതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ദർസുണ്ടോ? അദ്ദേഹം തബഖാത്ത് ഓതിയതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഓൺലൈനിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അബ്ദുൽ ഇലാഹ് അൽ അർഫജ് ഇന്ന് ലോകത്ത് തന്നെ ഉദ്ധരിക്കാൻ പറ്റുന്ന വലിയൊരു സുന്നി പണ്ഡിതനാണ്. അദ്ദേഹത്തിന് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹം നമ്മുടെ ഉസ്താദുമാരുടെ റഈനോട് യോജിക്കുന്നവരും അല്ലാഹുമ്മ അഇൻ യാ മുഈൻ അലാ ഫത്ഹുൽ മുഈൻ എന്നത് ദിക്ർ ചൊല്ലിയിട്ട് ഫത്ഹുൽ മുഈൻ ഓതി കൊടുക്കുന്നവരാണ് അബ്ദുൽ ഇലാഹ് അൽ അർഫജ്. ഇരിക്കട്ടെ. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു അൽ ഈമാനു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടി വിശ്വസിക്കുമ്പോഴേ അൽ ഈമാനു ബില്ലാഹി ആവുകയുള്ളൂ. എവിടെയെല്ലാം അള്ളാഹുവിനെ പറയുന്നോ അവിടെയെല്ലാം മഖ്ലൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയപ്പെടുന്നു. ലമ്മൽ ഇലാഹു ഇസ്മൻ നബിയി ഇലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അഷ്ഹദു വശഖ ലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. അർത്ഥമൊന്നും പറയേണ്ടിയില്ല, നമ്മൾ സാധാരണ പറയേണ്ട ബൈത്താണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയപ്പെടുന്നിടത്തെല്ലാം പറയുന്നു. ഇനിയോ ഇബ്നു അത്താ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൽ നിന്നുള്ള ഉദ്ധരണി പോലെ ജഅൽതു തമാമൽ ഈമാനി ബിദിക്രിക മഈ, ഈമാനിന്റെ പൂർണ്ണത വരണമെങ്കിൽ തങ്ങളെ എന്റെ കൂടെ തങ്ങളെ കൂടി പറയണം, എന്നാലേ ഈമാനിന്റെ പൂർണ്ണത ഉണ്ടാവുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ ഈമാനാവൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടി പറഞ്ഞാലേ ഈമാനാവുകയുള്ളൂ. വജഅൽതുക ദിക്റൻ മിൻ ദിക്രി, തങ്ങളെ ആക്കിയത് ദിക്റൻ മിൻ ദിക്രി, ദിക്റുല്ലാഹി എന്ന തങ്ങൾക്ക് അല്ലാഹു തആല ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫയിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞെടുത്ത് അൽ മുറാദു ബിദിക്രില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദിക്റുല്ലാഹി കൊണ്ട് നിങ്ങൾക്ക് ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകും. അപ്പൊ ദിക്റുല്ലാഹ് അല്ലാഹുവിന്റെ ദിക്റാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരികം ഇങ്ങനെ കാണുമ്പോൾ ആഹ് എന്ന് പറയും. ആ പുരികത്തിന്റെ ആകൃതി ലാമ പോലെയാണ്. അപ്പോൾ ഇലാഹാകുന്ന അള്ളാഹുവിനെ ഓർമ്മ വരും. അത് പറയണമെങ്കിൽ എത്രമാത്രം ചിന്ത വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരികം കാണുമ്പോൾ
ഇലാഹി, ഇലാഹിന്റെ ലാമിനെയാണ് ഓർമ്മ വരിക. അത് കേട്ടിട്ട് ആഹ് എന്ന് പറയുമ്പോൾ ലാം ഹോ ഹി ജായേഗ. അല്ലാഹ് എന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അലങ്കൃതമായ നെറ്റിത്തടം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹുവിലേക്കാണ് ചേരുക. അപ്പൊ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഓർത്താൽ ദിക്റുല്ലാഹിയായി. വറഫഅനാ ലക ദിക്റക. അല്ലാഹു തആല തങ്ങളുടെ സ്ഥാനം, അവിടുത്തെ ശ്രുതി ഉയർത്തിയിരിക്കുകയാണ്. നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയുള്ളതാണ്. അഖിമിസ് സ്വലാത്ത ലിദിക്രി. അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനുള്ളതാണ് സ്വലാത്ത്. ആ നിസ്കാരം മുഴുവനും ദിക്റിന് വേണ്ടിയാണ്. ആ ദിക്റിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സംബോധനയുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബി. ലോകത്തൊരാളോട് സംബോധന ചെയ്താലും നിസ്കാരം പൊളിഞ്ഞു പോകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ അത് ദിക്റുല്ലാഹിയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖാത്തബായി വിളിച്ചാലും ദിക്റുല്ലാഹിയിലേക്ക് ചേരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിസ്കാരം അഖിമിസ് സ്വലാത്ത ലിദിക്രി എന്നതിന്റെ പുറത്തേക്ക് പോകുന്നില്ല. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലുടനീളം വരുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിനുള്ള ആരാധനയാണ് നിസ്കാരം. ആ നിസ്കാരം എങ്ങനെയാകണം എന്നുള്ളത് അള്ളാഹുവിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. എങ്ങോട്ട് തിരിഞ്ഞു വേണം, എങ്ങനെ വേണം, ഇതൊക്കെ അള്ളാഹുവിന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. പക്ഷെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിപ്പിടിക്കുകയാണ്. എങ്ങനെയാണ് കൂട്ടിപ്പിടിക്കുന്നത്? അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ആ ആയത്തിനൊരു മനോഹരമായ ഒരു അവതരണം ഉണ്ട് ഇമാമിങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ അല്ലാഹു തആല പറയാണ്, തങ്ങളെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാൻ. തങ്ങൾ അല്ലാഹുവിലെ എന്നിലേക്ക് നോക്കിയപ്പോൾ തങ്ങളെ കണ്ടു എന്നല്ല പറഞ്ഞത്. തങ്ങൾ എന്നെ നോക്കിയപ്പോൾ ഞാൻ കണ്ടു എന്നല്ല. തങ്ങൾ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കും പോലെ അല്ലാഹു തആല അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നെ നോക്കിയാൽ ഞാൻ കാണുക എന്നുള്ളത് അത്ര വലിയ ആശ്ചര്യമുള്ള കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ട ആൾ എങ്ങോട്ട് നോക്കിയിരിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, എവിടെ ഇരിക്കുന്നു, എവിടെ പോകുന്നു എന്ന് നോക്കണമെങ്കിൽ അതിനൊരു പ്രേമം വേണം. അപ്പൊ അല്ലാഹു തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, തങ്ങൾ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നത് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുക. പ്രത്യേകം നോക്കുകയാണ്, തങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. ആ നോക്കിയിരിക്കുന്നതിനെ ഞാൻ പരിഗണിക്കുകയാണ്. തങ്ങളെ നിസ്കാരം എനിക്കുള്ള ഇബാദത്താണെങ്കിലും അതിലെങ്ങോട്ട് തിരിയണം എന്നുള്ളതിൽ തങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരാം. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. അവിടെ ഖിബ്ല തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇനി അല്ലാഹു തആല പറയാണ്, ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞാൽ ആർക്കും അപ്പീലില്ല, ആർക്കും പരാതിയില്ല, പരാതി പറയാൻ അധികാരമില്ല. പക്ഷേ അല്ലാഹു തആല പറയുന്നത് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, തങ്ങൾക്ക് ഇഷ്ടം എങ്ങോട്ടാ അങ്ങോട്ട് നിസ്കരിച്ചോ. നിസ്കാരം എനിക്കുള്ള ഇബാദത്താണ്, അതിൽ തർക്കമില്ല. പക്ഷേ തങ്ങളെ വിട്ടിട്ട് ഒരു ഇബാദത്തും ഇവിടെ ഞാൻ വെച്ചിട്ടില്ല. അത് അല്ലാഹുവിന്റെ സുന്നത്താണ്. തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്ഥലത്തേക്ക്, തങ്ങളുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന സ്ഥലത്തേക്ക്, തങ്ങൾ ഓടിക്കളിച്ച വീടിന്റെ മുറ്റത്തേക്ക്, തങ്ങൾ കൊണ്ടുവച്ച കല്ലിരിക്കുന്ന സ്ഥലത്തേക്ക്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ എന്നതിന് വേറെയും ഒരു ആശയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് വരികയാണ്. എനിക്ക് എന്റെ ജന്മനാടായ മക്കത്തോട് വലിയ ഇഷ്ടമാണ്. ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക,
നിനക്കിഷ്ടപ്പെട്ട നാട്ടിലേക്ക് ഞാൻ വന്നതാ. കാരണം നീ പറഞ്ഞാണല്ലോ ഇങ്ങോട്ട് വരാൻ. ഞാൻ വന്നത് മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാകുന്ന മക്കത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക്. അതുകൊണ്ട് നിന്റെ ഖലീലിന് എന്റെ നാട്ടിൽ പണ്ട് ഒരുപാട് അനുഗ്രഹം നീ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇവിടെ വേണം. മക്കയ്ക്ക് നീ കൊടുത്ത അനുഗ്രഹത്തെയും പിന്നെ അതിനേക്കാൾ കൂടുതലും മദീനയിൽ തരണം. കാരണം ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട നാട്ടിലല്ല, നീ ഇഷ്ടപ്പെട്ട നാട്ടിലാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബൈത്തുൽ പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയുടെ പേര് ബൈത്തുൽ ഖലീൽ എന്നല്ല, ബൈത്തു അബിൽ ബഷർ എന്നല്ല. പല നിലക്കും വേണമെങ്കിൽ ബൈത്തുൽ ഖലീൽ എന്ന് വെക്കാം, വേണമെങ്കിൽ അബുൽ ബഷറിന്റെ വീട് എന്ന് വെക്കാം. അവിടെയെല്ലാം അല്ലാഹ് ബൈത്തുല്ലാഹ് കഅബത്തുല്ലാഹ്. അതേ സമയത്ത് മദീനത്തെ പള്ളിയുടെ പേര് അൽ മസ്ജിദുൻ നബവി അശ്ശരീഫ്, ഹബീബിന്റെ പേര് ചേർത്ത് വെച്ച പള്ളി. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് മക്കയാണെങ്കിലും യഅനി മഹബൂബോ മുഹിബ്ബു മേ നഹി മേരാ തേരാ, അല്ലാഹുവും റസൂലും തമ്മിലുള്ള ആ ഒരു സംഭാഷണം വലിയ കൗതുകമുള്ള കാര്യമാണ്. അള്ളാനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് അല്ലാഹു തആല പറയും ഖുൽ ഹുവല്ലാഹു അഹദ്. അത് തങ്ങളങ്ങ് കൈകാര്യം ചെയ്തേ. എന്നെ കുറ്റം പറയുന്നവർക്കൊക്കെ തങ്ങളാണ് മറുപടി പറഞ്ഞു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ ഞാൻ നോക്കിക്കോളാം. ഇന്നാ അഅതൈനാകൽ കൗസർ. അവിടെയും ജംഇന്റെ സിഗയ ഉപയോഗിച്ചു. ഇന്നാ അഅതൈനാകൽ കൗസർ അൽ കസീറ മിനൻ നിഅമി. ആരാണ് എന്റെ ഹബീബിനെ കുറ്റം പറയാൻ വരുന്നത്? ഇന്നാ അഅതൈനാകൽ കൗസർ. ലോകത്തുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ എന്റെ ഹബീബിന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇമാം റാസി തങ്ങൾ 20-ലേറെ അനുഗ്രഹങ്ങൾ എണ്ണുന്നുണ്ട്. വമിൻഹാ അൽ കൗസർ, അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് കൗസർ. തങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് കൊടുത്തു. അൽ കസീറ മിനൻ നിഅം. അതുകൊണ്ട് ഹബീബായ തങ്ങളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ തങ്ങളെ കുറ്റം പറഞ്ഞവർക്കെതിരെ ആക്ഷൻ എടുക്കുന്ന കാര്യം ഡയറക്റ്റ് നമ്മൾ ഏറ്റെടുത്തു. എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തങ്ങൾ അങ്ങ് പറഞ്ഞേക്കണം ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ ഈ ഒരു ബന്ധാണ് അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വറഫഅനാ ലക ദിക്റക. തങ്ങളുടെ ശ്രുതി ലോകത്ത് മുഴുവനും എക്കാലത്തും ഉയർത്തിയിരിക്കുന്നു. അതിൽ ഒന്നാണ് ദിക്റുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്താൽ അല്ലാഹുവിനെ ഓർക്കലാണ്. കാരണം അത് ദിക്റുല്ലാഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാഇന്റെ കൂട്ടത്തിൽ ചില മഹാന്മാർ എഴുതിയിട്ടുണ്ട് നിഅമത്തുല്ലാഹ്, ദിക്റുല്ലാഹ്. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം റസ്സാഇ തങ്ങൾ ആ പേരിന് വലിയ വ്യാഖ്യാനം എഴുതിയത് കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരാണ് ദിക്റുല്ലാഹി, അല്ലാഹുവിനെ ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വഴിക്ക് പോയാലും അല്ലാഹുവിന്റെ ദിക്റിനെ ഇഹ്യാ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ദിക്റിനെ ഇഹ്യാ ചെയ്യാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായയിൽ അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്. അസ്മാ ഇബ്നു ഉമൈസ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹബായിൽ വെച്ച് ളുഹർ നിസ്കരിച്ചു. ഖൈബറിന്റെ പ്രദേശമാണ്. പിന്നെയോ കൂട്ടത്തിൽ ബഹുമാന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്തെ അലി റളിയല്ലാഹു അൻഹു ആവശ്യത്തിന് വിട്ടു. അസ്റിന്റെ സമയമായി. വഖദ് സല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ നിസ്കരിച്ചു. അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫവളഅ റഅസഹു ഫീ ഹിജ്രി അലി. അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ മടിത്തട്ടിൽ തല വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നു. ഫലം യുഹർരികുഹു ഹത്താ ഗാബത്തി ശംസു. സൂര്യൻ അസ്തമിക്കുന്നത് വരെ അലി റളിയല്ലാഹു അൻഹു അനങ്ങാൻ തോന്നണില്ല. കാരണം ആരാണ് ഈ മടിയിൽ കിടക്കുന്നത്? ലോകത്തിന്റെ എല്ലാമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
അവസാനം ഉണർന്നപ്പോഴേക്ക് സൂര്യൻ അസ്തമിച്ചു പോയല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്ന അബ്ദക അലിയൻ യഹ്തബസ നഫ്സഹു അലാ നബിയിഹി ഫറുദ്ദ അലൈഹി ശർഖഹാ. അല്ലാഹുവേ, നിന്റെ അടിമയാകുന്ന അലിയെ നിന്നിൽ നിന്ന് നിന്റെ ഹബീബിന് വേണ്ടി ഖിദ്മത്തിലായിട്ട് വൈകിപ്പോയി, അതുകൊണ്ട് നിസ്കാരം ഖളാ ആയിപ്പോയി. എന്റെ അലിയിനെ ഖളാ ആയി പോകാൻ പാടില്ല, അതുകൊണ്ട് അല്പനേരം സൂര്യനൊന്ന് നിർത്തിത്തരണം, അല്പനേരം നിർത്തിത്തരണം. അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത് അത് ഖളാ ആകാൻ പാടില്ല, എനിക്ക് ഖിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ. അതുകൊണ്ട് സൂര്യനെ ഒന്ന് പിടിച്ചു നിർത്തിത്തരണം, എന്റെ അലിയിനെ നിസ്കരിക്കാനാണ്. അല്പനേരം സൂര്യൻ പിന്നോട്ട് വന്നു, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തു. അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അസ്തമാനം പൂർണ്ണമായത്. വറഫഅനാ ലക ദിക്റക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രുതിയെ അല്ലാഹു തആല എല്ലായിടത്തും ഉയർത്തി. ഫതവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം. അല്ലാമ ഇബ്നു കസീർ അൽ ബിദായ 1-ാം വാള്യം 110 എഴുതിയത് കാണാം. എവിടുന്ന് ആദമേ അലൈഹിസ്സലാം നിങ്ങൾക്ക് ഈ പേര് കിട്ടിയത്? ഞാൻ സ്വർഗത്തിലേക്ക് വരുമ്പോൾ എല്ലാ സ്ഥലത്തും, മരത്തിലെ ഓരോ ഇലയിലും, കവാടത്തിൽ ഓരോ സ്ഥലത്തും അല്ലാഹുവേ നിന്റെ പേരിന്റെ കൂടെ ഒരു പേര് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ ആളുടെ പേരാവില്ല എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്യുന്നത്. ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തു. അപ്പൊ ഏത് കാലത്തും ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക വറഫഅനാ ലക ദിക്റക. ഓ ഹബീബായ തങ്ങളെ, തങ്ങളുടെ പേര് എല്ലാ കാലത്തും ഇവിടെ പറയപ്പെടുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പറയപ്പെടുന്നുണ്ട്, എല്ലാ മണ്ഡലങ്ങളിലും പറയപ്പെടുന്നുണ്ട്. എല്ലാ കാലത്തെ നബിമാരും തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ ഉമ്മത്തിനോട് പറഞ്ഞത്, എന്റെ നുബുവത്തിന്റെ വാലിഡിറ്റി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ അവസാനിക്കും. ആദം നബിന്റെ ശേഷം ലക്ഷത്തിൽ പരം നബിമാര് കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരിക എന്ന് അല്ലാഹു തആല തന്നെയാണ് നിയമമുണ്ടാക്കിയത്. ആ റബ്ബ് പക്ഷേ ഓരോ നബിമാരോടും പറഞ്ഞു, നിങ്ങളുടെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ രാജിവെച്ചിട്ട് മെമ്പർ ആയിക്കോളാന്നുള്ള ഉടമ്പടി ചെയ്താലേ നബി ആക്കുള്ളൂ. ഇനി വന്നു പോയാലോ എന്നുള്ള പേടിയൊന്നും അവിടെ ഇല്ല, വരൂല എന്നുള്ള ഉറപ്പാണ്. ആ ഉറപ്പായിട്ടും അല്ലാഹു തആല മീസാഖ് എടുപ്പിക്കാനുള്ള കാരണം, ഇങ്ങനെ എല്ലാ നബിമാരുടെയും മേലെ ഒരു നബിയുണ്ടെന്ന് ഓരോ നബിയെ കൊണ്ടും ഓരോ കാലത്തും പറയിപ്പിക്കാനാണ്. അല്ലെങ്കിൽ ഈസാ നബിയോട് പറഞ്ഞ പോരെ? അപ്പൊ എല്ലാ നബിമാരും അവരവരുടെ കാലത്ത് പറയണം, ഞാൻ നബിയാണ്, പക്ഷേ അല്ലാഹു തആല എന്നോടൊരു ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഒരു നബി വന്നാൽ രാജിവെച്ചോളണമെന്ന്. ആ നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയൽ എല്ലാ അമ്പിയാക്കന്മാരുടെയും ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് എല്ലാ നബിമാരും അവരവരുടെ കാലത്ത് ഓതി എന്നതിന്റെ തെളിവ് ഈ ആയത്താണ്. ഇതിനേക്കാൾ വലിയ മൗലിദ് എന്താ? ഞാൻ നബിയൊക്കെയാണ്, പക്ഷേ വലിയൊരു നബി വന്നാൽ എന്റെ നബുവത്ത് അവസാനിക്കും എന്ന് പറയുന്നതിനേക്കാൾ വലിയ മദ്ഹ് എന്താ ഒരു നബിക്ക് പറയണ്ടാവുക? അതിനേക്കാൾ വലിയ ഒരു പദവിയില്ല. ഞാൻ പ്രധാനമന്ത്രിയൊക്കെയാണ് ശരി, പക്ഷേ മറ്റേ പ്രധാനമന്ത്രി വന്നാൽ ഞാൻ തീർന്നു എന്ന് പറഞ്ഞാൽ ആ നബിന്റെ ഏറ്റവും യോഗ്യതകൾ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരാൾ ഉണ്ട് എന്നാണ്. അത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ എല്ലാ നബിമാരുടെയും മേലെയുള്ള നബി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രുതി എല്ലാ കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിട്ടുണ്ട്. അതേത് കാലത്തും നമ്മളും ഏറ്റുചൊല്ലണം. അപ്പൊ അമ്പിയാക്കന്മാർ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെലക്ഷൻ തന്നു. എന്താണ്? ഓ നബിയെ, തങ്ങളുടെ ഉമ്മത്തിലെ പകുതി ആളുകളെ സ്വർഗത്തിൽ കടത്തിത്തരാം, അല്ലെങ്കിൽ തങ്ങൾക്ക് ശഫാഅത്തിനുള്ള അർഹത തരാം. വേണമെങ്കിൽ തങ്ങളുടെ ഉമ്മത്തിന്റെ പകുതിയെ പൂർണ്ണമായിട്ട് സ്വർഗത്തിലാക്കി തരാം. അത് വേണോ ശഫാഅത്ത് വേണോ? ഇഖ്തർതു ശഫാഅ. ഞാൻ ശഫാഅത്തിനെ തിരഞ്ഞെടുത്തു.
പെട്ടെന്നൊരാൾ തിരഞ്ഞെടുക്കുക, എന്താ ഒരു ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചാൽ പകുതി പൈസക്ക് തരാന്ന് പറഞ്ഞാൽ വേഗം ചാടി വീഴും നമ്മൾ. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അവിടുത്തെ കോടാനുകോടി വരുന്ന ഉമ്മത്തിന്ന് പകുതി ആളുകളെ പൂർണ്ണമായിട്ട് സ്വർഗത്തിലാക്കി തരാം. അത് വേണോ, ശഫാഅത്ത് വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഫാഅത്ത് മതി. എന്തിനാണ്? ഉമ്മത്തിനെ മുഴുവനും സ്വർഗത്തിൽ കടത്താൻ. വേറൊന്നുമല്ല, ഉമ്മത്തിനെ മുഴുവനും സ്വർഗത്തിൽ കടത്താൻ. കാരണം ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടില്ലേ, അല്ലയോ ഹബീബായ നബിയെ, അവിടുന്ന് സ്വർഗത്തെ നരകത്തിലേക്ക് ചെന്നിട്ട് അതിനാ ഏറ്റവും ചെറിയൊരളവെങ്കിലും ഈമാനുള്ളവരെ നരകത്തിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ നബിയെ, നരകത്തിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ അവരെല്ലാം നരകത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും റബ്ബേ. അത്രയും വലിയ അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. പരലോകത്ത് ചെല്ലുമ്പോ ആരും മിണ്ടൂല, ആരുടെയും വാക്ക് അവിടെ കേൾക്കാനില്ല. എല്ലാവരും പറയുന്നത് അവസാനം ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരാനാണ്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന റബ്ബുകുമുൽ അഅ്ലാ എന്ന്, ഞാനാണ് ഈ ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആരാണ് റബ്ബ് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ജലാലത്തിൽ നിൽക്കുന്ന സമയത്ത് നബി തങ്ങളോട് പറയാണ്, സൽ തുഅത. ഒരാളെയും കേൾക്കാൻ ഇപ്പൊ ഞാൻ റെഡിയല്ല, ഒരാളെയും ഞാൻ കേൾക്കൂല. കാരണം ഇന്നത്തെ ദിവസം ഞാൻ എന്റെ പരമാധികാരം നിയന്ത്രിക്കുന്ന സമയമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇർഫഅ റഅസക. അത് കേട്ടിട്ട് തങ്ങൾ ബേജാറാവണ്ട, തങ്ങൾ എഴുന്നേക്ക്. ഇന്നത്തെ ദിവസം വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അല്ലാഹു തആല പറയാണ്, ആ ജലാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴുമ്പോൾ പറയും, ഇർഫഅ റഅസക. തങ്ങൾ അത് കണ്ടിട്ടൊന്നും ബേജാറാവണ്ട, തങ്ങൾ എഴുന്നേക്ക്. സൽ ചോദിച്ചോളൂ, തുഅത കിട്ടും, ഫശ്ഫഅ തങ്ങൾക്ക് ആരെ ശുപാർശ ചെയ്തോളൂ, തുശഫഅ തങ്ങൾ ഞാൻ ഈ പറഞ്ഞിട്ട് ബേജാറാവണ്ട, തങ്ങൾ പ്രത്യേകമായി ഞാൻ സൃഷ്ടിച്ച അഫ്ളലുൽ ഖൽഖാണ്. ഇതൊക്കെ എത്ര ദിവസം പറഞ്ഞാലും തീരാത്ത പ്രമേയങ്ങളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ കൊടുക്കുമെന്ന് പറഞ്ഞ ആ മഖാമും മഹ്മൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിക്ർ ആഖിറത്തിൽ ഉയർത്തുന്നത് എങ്ങനെയാണെന്നതിന് 5 മറുപടികളുണ്ട്. അതിലൊരു മറുപടിയാണ് മഖാമും മഹ്മൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും, ശഫാഅത്ത് നൽകും. ഇങ്ങനെ ഓരോ എണ്ണി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ജലാലത്തിന്റെ നാമം കഴിഞ്ഞാൽ പരലോകത്ത് എല്ലാ മനുഷ്യരും ജിന്നുകളും കേൾക്കുന്ന ഒരു പേര്, ആ സമയത്ത് സ്വാഹിബുൽ മഖാമുൽ മഹ്മൂദ്. മഖാമും മഹ്മൂദിന്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ. ആ തങ്ങളോടാണ് പറയുന്നത്, ഇർഫഅ റഅസക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരാളുടെ പേര് വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ അല്ലയോ അബൂബക്കർ ഉസ്താദെ എഴുന്നേറ്റോളൂ എന്ന് പറഞ്ഞാൽ ഈ സദസ്സിലുള്ള എല്ലാവരും അബൂബക്കർ ഉസ്താദിനെ പരിചയപ്പെട്ടു. മഹ്ശറിൽ വെച്ച് ലോകത്ത് ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മഖ്ലൂഖും ഒരുമിച്ച് കൂടിയ മഹാസമ്മേളനത്തിൽ വെച്ച് അല്ലാഹു തആല വിളിക്കുകയാണ്, ഇർഫഅ റഅസക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ മഖ്ലൂഖുകളും മുത്തുനബി തങ്ങളുടെ പേര് കേട്ടു. വറഫഅനാ ലക ദിക്റക. ഒരാളും ബാക്കിയില്ല, എല്ലാരും ഒരേ സമയത്ത് കേട്ടു. ആ കൊടുക്കണ വലിയ ഓഫറാ, ഇർഫഅ റഅസക യാ മുഹമ്മദ് സൽ. ഇവിടെ ഒരാൾക്കും ചോദിക്കാൻ അവകാശമില്ലാത്ത സമയമാണിത്. പക്ഷെ തങ്ങൾ ചോദിച്ചോളൂ. ചോദിക്കാൻ മാത്രമല്ല, തുഅത തങ്ങൾ എന്ത് ചോദിച്ചാലും തരും. അതുകൊണ്ടല്ലേ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. തങ്ങൾ ചോദിക്കുമ്പോ തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ തരും. കാരണം എന്താ? എനിക്ക് വേണ്ട ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, തങ്ങൾക്ക് തൃപ്തിയാവണം. അതേ ഉള്ളൂ. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ.
തങ്ങൾക്ക് എപ്പോഴാണോ തൃപ്തിയാകുന്നത് അതുവരെ തരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ അർദാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എനിക്ക് തൃപ്തിയാവണമെങ്കിൽ ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിൽ വരണം. ഉമ്മിയ് എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥമുണ്ട്. അതിൽ ഒരർത്ഥം എന്താണ്? ഉമ്മത്തിയ് എന്നതാണ് ഉമ്മിയ്. ഉമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ അർളാ, എനിക്ക് തൃപ്തിയാകണമെങ്കിൽ എനിക്ക് എന്റെ ഉമ്മത്തിനെ മുഴുവനും സ്വർഗത്തിലാക്കി തരണം, അപ്പോഴേ എനിക്ക് തൃപ്തിയാവൂ. അതിനുള്ള മറുപടിയാണ് മിസ്കാല ഹബ്ബത്തിൻ മിൻ ഈമാൻ. ഈമാനിന്റെ ഒരു അല്പമെങ്കിലും ഉണ്ടോ, ഒരു കണികയെങ്കിലും ഉണ്ടോ, അയാളെ കൊണ്ടുപോയിട്ട് സ്വർഗത്തിലാക്കിക്കോളി. തങ്ങൾ പറഞ്ഞ ആ റിള, അടിസ്ഥാന യോഗ്യത ഈമാൻ വേണം. ആ ഈമാൻ എന്ന യോഗ്യതയുള്ള ഒരു കണികയെങ്കിലും ഉണ്ടോ, തങ്ങൾ കൊണ്ടുപോയി സ്വർഗത്തിലാക്കിക്കോളൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിക്ർ ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം മുഴുവനും പടച്ചത്. കാരണം ഈ ലോകത്ത് ഇത്രയും വ്യാപകമായി നിൽക്കുന്ന ഒരു അജണ്ട വേറെയില്ല. ഖുർആൻ ആദം നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇല്ല. വേറെ ഒരു പ്രമേയവും അല്ലാഹു തആല ലോകം പടച്ചത് മുതൽ ലോകാവസാനം വരെ നിലനിർത്തിയ ഒരൊറ്റ പ്രമേയമേ ഉള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റാണ്. വേറെന്താ ഉള്ളത്? അള്ളാഹുവിന്റെ തൗഹീദ് എന്ന് പറയുന്നത് ഹഖീഖത്താണ്. അത് അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുത്ത സമ്മാനമല്ല, അത് അവനിൽ ഉള്ളതാണ്. അല്ലാഹു തആല പടച്ചു വെച്ചിട്ട് ഈ ലോകത്ത് മുഴുവനും തുടക്കം മുതൽ ഒടുക്കം വരെ നിലനിർത്തുന്ന ഒരൊറ്റ പ്രമേയം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലോകം എന്തിനാ ആകുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞും കേട്ടും ഇങ്ങനെ കഴിഞ്ഞു പോകാനാ, അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് എന്താ പണി? ഏറ്റവും പ്രധാനപ്പെട്ട അമല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുക, പറഞ്ഞതുപോലെ ചെയ്യുക. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചോളൂ. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വാങ്ങുകൊടുത്ത് തന്നെ എല്ലാവർക്കും നിസ്കരിക്കും പോയൊക്കെ വേണമല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാനും അറിയിക്കാനുമാണ് അല്ലാഹു തആല ഈ ലോകം പടച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മളൊക്കെ ഓരോ മഹല്ലുകളിൽ, പ്രദേശങ്ങളിൽ ഒക്കെ ദഅവത്ത് നടത്തുന്നവരാണ്. ഏറ്റവും എഫക്റ്റീവായ ദഅവ
ആ നാട്ടിൽ നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പല ബുറുദയുടെ മജ്ലിസും ഒക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. അതൊക്കെ നിലനിർത്തുന്നതോടൊപ്പം ഓരോ മജ്ലിസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ പരമായ കാര്യങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 100 ചില്ലാന സ്വഹാബത്ത് വളരെ സവിശേഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് റിപ്പോർട്ട് ചെയ്തവരെ കാണാൻ കഴിയും. വളരെ രസമുള്ളൊരു അധ്യായമാണ്. ഭക്ഷണം തന്നെ രസമുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ വായിച്ചു നോക്കിയാൽ വളരെ കൗതുകം തോന്നും. ഓരോ രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്നത്, സമീപിക്കുന്നത്, പറയുന്നത്, അവിടുത്തെ ലാളിത്യം, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഓരോന്നും വളരെ കൗതുകമുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് നാളുണ്ട്. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ ജാബിറെ, വിശക്കുണ്ടല്ലേ, നമുക്ക് പോവാ, വീട്ടിൽ പോവാന്ന്. വീട്ടിൽ ചെന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീട്ടിലൊക്കെ കറങ്ങിയപ്പോൾ ആകെ കിട്ടിയത് 3 കഷ്ണം റൊട്ടിയാണ്. എന്നെ അടുത്തിരുത്തി ഒരു കഷ്ണം എന്റെ പാത്രത്തിലേക്ക് വെച്ചു, ഒരു കഷ്ണം അവിടുത്തെ പാത്രത്തിലേക്ക് വെച്ചു. പിന്നെ ഒരു കഷ്ണേ ഉള്ളൂ, അതെടുത്ത് മുറിച്ച് ഒരു കഷ്ണം എന്റെ പാത്രത്തിൽ വെച്ചു, ഒരു കഷ്ണം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാത്രത്തിൽ വെച്ചു. അവിടെ ഉസ്താദിന് വേണമെങ്കിൽ 2 കഷ്ണം എടുക്കാം, ശിഷ്യന് പരാതി ഉണ്ടാവില്ല. പക്ഷേ ആ ഉസ്താദ് അങ്ങനെ ചെയ്തില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 1.5 കഷ്ണം വീതം അവിടുന്നും ശിഷ്യനും കഴിച്ചു. കറി നോക്കുമ്പോൾ അവിടെ കറിയില്ല, അല്പം സുർക്കയേ ഉള്ളൂ. നിഅമൽ ഇദാമു അൽ ഖല്ലു, ഉള്ളതുകൊണ്ട് പെരുന്നാള്. അപ്പൊ ഉള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു. പിന്നെ വരുമ്പോ ഒരു കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈത്തപ്പഴം എടുത്ത് റൊട്ടിയിൽ ചുറ്റിയിട്ട് പറഞ്ഞു, ഹാദാ ഇദാമു ഹാദാ, ഇതിന്റെ കറി ഇതാകുന്നു. അങ്ങനെ വളരെ മനോഹരമായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തളികയെ കുറിച്ച് മാത്രം ഒരു 10-20 ദിവസം അടുത്ത കാലത്ത് ഞാൻ എഴുതിയിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന എഴുത്തിൽ. അതിൽ നോക്കിയാൽ ഓരോ ദിവസവും കൗതുകമാണ്. ചിലതൊന്നും എഴുതാൻ നമുക്ക് അറിയില്ല, എങ്ങനെയാന്ന് എഴുതാൻ പറ്റണൊക്കെ എഴുതിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോടൊപ്പം ഇരിക്കുന്നത്, അവരോട് സഹവസിക്കുന്നത്, ആ ഭക്ഷണത്തിൽ തിരഞ്ഞെടുക്കുന്നത്, ഓരോരുത്തരോടും പറയുന്നത്, ഇങ്ങനെ ലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വലിയ ദൗത്യമാണ്. നമ്മുടെ നാട്ടിൽ എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ യഥാർത്ഥത്തിൽ ബിദ്അത്തുകാരെ ഇല്ലായ്മ ചെയ്യാനും പറ്റുന്ന ഏറ്റവും വലിയ മരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്തുള്ള ഒരാൾ മുബ്തദി ആവൂല. അപ്പൊ ആ മഹബ്ബത്ത് ഇങ്ങനെ ഇൻജക്ട് ചെയ്തു കൊടുക്കുക, ആ മഹബ്ബത്തിന്റെ മധുരം ഇങ്ങനെ അറിയാൻ തുടങ്ങിയാൽ അയാൾക്ക് പിന്നെ മുബ്തദി ആവാൻ പറ്റൂല. ഒരൊറ്റ ബിദ്അത്തും മനസ്സിൽ തട്ടുന്ന പ്രസ്ഥാനമല്ല, അതിന് നനവുണ്ടാവില്ല ബിദ്അത്തിനൊന്നും. നമ്മുടെ മഹബ്ബത്ത് കൊണ്ട് അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ആനന്ദമുണ്ട്. അവിടുത്തെ ഗുംബദെ ഖസ്റ, പച്ച കുബ്ബ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷമുണ്ട്. അവിടുത്തെ മദീനത്തെ ഒരു ഫോട്ടോ കാണുമ്പോൾ, മദീന കാണുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വരുന്ന ഒരു ആവേശമുണ്ട്. അത് അനുഭവിക്കാൻ മുഅ്മിനീങ്ങൾക്കേ കഴിയൂ. അപ്പോൾ ജനങ്ങളിലേക്ക് നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരിക്കൽ ഗൾഫിൽ പോയപ്പോൾ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, അവിടെ ഒരു വലിയ സമ്പന്നനായ ഒരു മുതലാളിയുണ്ട്. അയാൾ റമദാനിൽ രാത്രി അങ്ങനെ ഉറങ്ങൂല. അയാൾ ഓരോ മുസ്ലിയാന്മാരെ വിളിച്ചിങ്ങനെ വയല് കേൾക്കും. അതായത് നേരിട്ട് ദീനിയായ സംഭാഷണം കേൾക്കും. അതാണ് അദ്ദേഹത്തിന്റെ പണി എന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ അദ്ദേഹത്തിന് എന്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ അയാൾ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ? എനിക്ക് മുമ്പ് ഒരു ദിവസം അയാളുടെ അടുക്ക് പ്രസംഗിക്കാൻ പോയത് ഒരാൾക്ക് വേണ്ടിയിട്ടാട്ടോ. അയാളെ വിളിച്ചു വരുത്തി സംസാരിച്ചത് സാക്കിർ നായിക് എന്ന് പറയുന്ന ആളായിരുന്നു.
ഇപ്പൊ അയാൾ ബുദ്ധിപരമായും ഖുർആൻപരമായിട്ടൊക്കെ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ അയാളെ സ്വാധീനിച്ചത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള നമ്മൾ സാധാരണ മദ്രസയിൽ പറയുന്നതും പ്രാഥമികമായ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇങ്ങനെയുമുണ്ടോ ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് നമ്മൾ പറയുന്നില്ല, നമ്മൾ വായിക്കുന്നില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വായിക്കുമ്പോൾ അസൂയയാ. കാരണം എന്താ? അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ചരിത്രത്തിൽ ഭാഗ്യമുള്ള ഒരാളെ അനസ് റളിയല്ലാഹുവിനോട് ഭയങ്കര അസൂയ തോന്നും നമുക്ക്. ആ അസൂയ കൊണ്ട് ചിലപ്പോൾ നാളെ രക്ഷപ്പെടും. അങ്ങനത്തെ ഒരു അസൂയ. കാരണം എന്താ? ഒരു മനുഷ്യന്റെ ഏറ്റവും പൊട്ടിത്തെറി പ്രായമാണ് 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ. നമ്മളൊക്കെ ഏറ്റവും കച്ചറ കളിച്ച ബഹളം ഉണ്ടാക്കിയ പ്രായമായിരിക്കും. ഈ 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റിയ ആളെക്കാട്ട് വലിയ ആളാരാ? ഏറ്റവും പൊട്ടിത്തെറിയുടെ 10 കൊല്ലം അത് അഫ്ളലുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് തങ്ങളുടെ കൂടെ ഇരുന്ന് തങ്ങൾ കഴിച്ചതിന്റെ ബാക്കി കഴിച്ച് തങ്ങൾ കുടിച്ചതിന്റെ ബാക്കി കുടിച്ച് തങ്ങൾ വെള്ളം ചോദിക്കുമ്പോൾ കൊണ്ടു കൊടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെരുപ്പ് എടുത്തു വെച്ചു കൊടുത്ത് അവിടുത്തെ മിസ്വാക്ക് എടുത്തു കൊടുത്ത് മോനെ അനസേ മോനെ അനസേ എന്നാ വിളി പോരെ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഇടക്കിടക്ക് വിളിക്കും, മോനെ അനസേ ഇങ്ങ് വന്നേ, ഇതെടുത്ത് അവിടെ വെക്ക്, മോനെ അനസേ ഇതുകൊണ്ട് ആയിഷമ്മക്ക് കൊടുക്ക്, മോനെ അനസേ ഇതുകൊണ്ട് ഫാത്തിമക്ക് കൊടുക്ക്, മോനെ അനസേ ഇതുകൊണ്ട് അവിടെ കൊടുക്ക്. ഈ വിളി കേൾക്കാൻ കഴിഞ്ഞ ഭാഗ്യമുള്ള അനസ് തങ്ങളെക്കാൾ ഭാഗ്യമുള്ള ആളാരാ? പിന്നെ എങ്ങനെ അസൂയ വെക്കാതിരിക്കും? ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വാതന്ത്ര്യം എത്രയാണെന്നറിയോ? നമ്മളെല്ലാവരും പഠിച്ചു ശമാഇൽ തുർമുദിയിൽ. ഒരു ദിവസം ഒരു തുന്നൽക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കാൻ വിളിച്ചു. ഞാനും കൂടെ പോയി. ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ ഉസ്താദ് ശരിയ ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയ രംഗവും മദീനത്തെ ഒരു വീട്ടിലേക്ക്, ഒരു തുന്നൽക്കാരന്റെ വീട്ടിലേക്ക് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ കൂടെ പോകുന്ന അനസ് എന്ന മുത്തഅല്ലിം കൂടെ പോവാണ്. അവിടെ ചെന്ന് ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ ഇറച്ചിയും ചരങ്ങയും കൂട്ടിയ ഒരു കറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കറിയിലേക്ക് നോക്കിയിട്ട് ആ ചരങ്ങ കഷ്ണം ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോ ഞാനത് തെരഞ്ഞെടുത്ത് വെച്ചു കൊടുത്തു. പിന്നീട് എന്റെ വീട്ടിലുണ്ടാക്കിയ എല്ലാ കറിയിലും ഞാൻ ചരങ്ങയുടെ കഷ്ണമിടും. അങ്ങനത്തെ മുത്തഅല്ലിമാ. ഈ മുത്തഅല്ലിമിനെ കുറിച്ച് സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്. ബാബു ദുആഇ ലി അനസ്. അനസ് എന്നവർക്ക് വേണ്ടി ദുആ ചെയ്തതിൽ പറയുന്ന ഹെഡിങ് അധ്യായം. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഈ അധ്യായം എഴുതാൻ വേണ്ടി റൗളയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി തങ്ങൾ. ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിലെ ഓരോ ടൈറ്റിലും എഴുതിയത് റൗദത്തുൽ മുശറഫയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ടാ. അപ്പൊ റൗദയിൽ നിസ്കരിച്ചിട്ട് ഒരു ടൈറ്റിൽ രൂപപ്പെടുത്തിയപ്പോ വന്നിട്ട് ടൈറ്റിൽ ഏതാ? ബാബു ദുആഇ ലി അനസ്. എന്താപ്പോ ഭാഗ്യം! ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഹദീസ് അറിയാം. അതിൽ 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് 7000 ചില്ലാനം ഹദീസുകൾ തെരഞ്ഞെടുത്തു. ഓരോ ഹദീസ് തെരഞ്ഞെടുക്കുമ്പോഴും 2 റക്അത്ത് നിസ്കരിച്ചു. തെരഞ്ഞെടുത്ത ഹദീസ് വെച്ച് നോക്കിയാൽ 15000 ചില്ലാനം റക്അത്ത് സഹീഹുൽ ബുഖാരി എഴുതാൻ വേണ്ടി നിസ്കരിച്ചു. ഒഴിവാക്കിയ ഹദീസിന്റെ എണ്ണം നമുക്കറിയില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവര് 2 റക്അത്ത് നിസ്കരിച്ച എന്തിനാ? അനസ് തങ്ങളെ കുറിച്ചുള്ള ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ എഴുതണോ വേണ്ടെന്ന് തീരുമാനിക്കാനാ. ഖദംതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്തിൻ മാ ഖാല ലീ ലിശൈഇൻ ഫഅൽതു ലിമ ഫഅൽത. ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ എഴുതണോ വേണ്ടെന്ന് ഇസ്തിഖാറത്ത് ചെയ്യാ. അപ്പൊ ഇസ്തിഖാറത്തിൽ കിട്ടിയത് എഴുതണമെന്ന്. ആ ഹദീസിന്റെ മൂല്യം ഒന്ന് ആലോചിച്ച് നോക്ക്. 6 ലക്ഷം ഹദീസിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാവും. തൗഹീദിന്റെ റിസാലത്തിന്റെ പല കാര്യങ്ങളുടെയും ഹദീസുകളുടെ ഇടയിൽ നിന്നൊരു ഹദീസ് ഈ ബുഖാരിയിൽ വേണം എന്ന് ഇസ്തിഖാറത്ത് ചെയ്തപ്പോൾ അള്ളാഹു ഇൽഹാം ചെയ്തു കൊടുത്തു ഇമാം ബുഖാരി തങ്ങൾക്ക് അനസ് മോന്റെ ഹദീസ് അവിടെ വേണമെന്ന്. പിന്നെ അസൂയപ്പെടാതിരിക്കോ? ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ കാണാം. അവിടുന്ന് ബസറയിൽ ചെന്നപ്പോൾ തൊട്ടു മുമ്പിൽ കൊണ്ടുവച്ച ഭക്ഷണം കണ്ടുകൊണ്ട് കരയുകയാണ്. പൊട്ടി പൊട്ടി കരയുന്നു അനസ് ബിൻ മാലിക് തങ്ങൾ. ചോദിച്ചു, എന്തേ മോനെ അനസേ, എന്തേ അനസ് എന്നവരെ കരയുന്നത്?
ഈ ഇരിക്കുന്ന റൊട്ടി നല്ല മൃദുലമായ റൊട്ടിയല്ലേ, ഈ ഇരിക്കുന്ന കറി നന്നായിട്ട് പാചകം ചെയ്ത് സോഫ്റ്റ് ആക്കിയ കറിയല്ലേ, ഇതുപോലെ ഒരു കറിയും റൊട്ടിയും എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്കിത് വെക്കുമ്പോൾ ഓർമ്മ വരുന്നത് അതാണ്. ഇത് കൊണ്ടുവെക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതുപോലെ ഒരു മാർദ്ദവമുള്ള റൊട്ടിയും ഇത്ര സോഫ്റ്റായി കറി വെച്ച കറിയും കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ആ അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അനസ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത് അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ ഉംരിഹി വബാരിക് ലഹു ഫീ വലദിഹി വബാരിക് ലഹു ഫീ മാലിഹി, ഇത് മൂന്നും അനസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടി. ബാരിക് ലഹു ഫീ ഉംരിഹി, 100 ചില്ലാനം വർഷം ജീവിച്ചു അനസ് ബിൻ മാലിക് തങ്ങൾ. അതുകൊണ്ട് അവസാനം വഫാത്തായ സ്വഹാബികളിൽ പ്രമുഖനാണ് അനസ് റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാം തങ്ങൾ താബിഈയാണെന്നതിന്റെ ഒരു തെളിവ് അനസ് ബിൻ മാലിക് തങ്ങളുമായി കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയും സാധ്യത കൂടുതലുമാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങൾ കൂഫയിലാണ്, ബഹുമാനപ്പെട്ട ഇമാം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ബസറയിലാണ്, രണ്ടും ഇറാഖിലാണ്. അല്ല, മക്കത്ത് വെച്ച് 14 സ്വഹാബികളിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് വേറെ ഒരു സ്ഥലത്തുണ്ട്. അപ്പൊ ഏതായാലും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവസാനം വഫാത്തായ സ്വഹാബികളിൽ ഒരാളാണ്. 1 നൂറ്റാണ്ടോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ കൂടെ, അല്ലെങ്കിൽ പിന്നീട് ഒരു 80 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ ഭാഗ്യം കിട്ടി, ജീവിച്ചു. ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്. സ്വഹിബ അനസൻ 40 സന, 40 കൊല്ലം അനസ് റളിയല്ലാഹു അൻഹു അടുക്കൽ ഓതി. ഓർ പറയാണ്, ഞാൻ ആദ്യം അനസ് എന്നവരെ കാണുന്നത് ഒരു മരണ വീട്ടിൽ വെച്ചുകൊണ്ടാണ്. അന്നത്തെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമമുഖ്യൻ, അയാൾ വന്നതിനേക്കാൾ വലിയ പ്രൗഢിയിലായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വന്നത്. അത്രയും നിഅമത്ത് അല്ലാഹു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കൊണ്ട്. 100 ചില്ലാനം സന്താനങ്ങളെ കൊടുത്തു അനസ് ബിൻ മാലിക് തങ്ങൾക്ക്. 3 ദുആയ്ക്ക് ഉത്തരം കിട്ടി. ആ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഓടി ചെന്നിട്ട് പറയും, അന ഹുവൈദിമുക ഉനൈസ്, ഞാൻ അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്ത കുഞ്ഞ് അനസാണ് നബിയെ എന്ന് ഞാൻ ഓടിച്ചെന്ന് പറയും. അതാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ആ അനസ് തങ്ങളെ പറഞ്ഞതാണ് പ്രതീക്ഷ. അള്ളാഹു അവിടുത്തോടുള്ള മഹബത്ത് തരട്ടെ. അപ്പൊ ആ അനസ് റളിയല്ലാഹു അൻഹു ചെന്ന് പറയാനുണ്ട്, കയ്യിലൊരു കൊച്ചു വടിയുണ്ട്, കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുകേശമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തു, ഞാൻ വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുകേശം എൻ്റെ നാവിന്റെ അടിയിൽ വെച്ചു തരണം, ഈ കൊച്ചു വടിയും എൻ്റെ ഖബറിൽ വെച്ചു തരണം. ഇമാം ബുഖാരി തങ്ങൾ താരീഖിൽ പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയപ്പോൾ വശഅറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ത ലിസാനിഹി, അവിടുത്തെ നാവിന്റെ അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. നമ്മൾ ബസറയിൽ ചെന്നാൽ അനസ് ബിൻ മാലിക് തങ്ങളെ സിയാറത്ത് ചെയ്യാം. പകല് ചെന്നാലേ ഇപ്പൊ സിയാറത്ത് ചെയ്യാൻ പറ്റൂ. രാത്രി ആ പോണ വഴിക്കൊക്കെ ഇപ്പൊ കൊള്ളക്കാരുള്ള സമയമാണ്. അപ്പൊ പകല് ചെന്നാലേ അവിടെ പോകാൻ പറ്റൂ, പോയവരിവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഫീല് വരും, എന്താ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത് അനസ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാണ്. അവിടുത്തെ തിരുകേശവും അവിടുത്തെ കൈ തൊട്ട ചെറിയ വടിയും അതിൻ്റെ ഉള്ളിൽ നാളത്തേക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ആളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നമുക്ക് ഈ ലോകത്ത് സമ്പാദിക്കാൻ പറ്റുന്നത് അതേ ഉള്ളൂ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരിഷ്ടം, ഒരടുപ്പം. അല്ലാഹു തആല നമ്മുടെയൊക്കെ ഖൽബിൽ അത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട് അവിടുത്തെ സ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവന്ന് നമുക്കെന്നേക്കും അഭിമാനം പറയാൻ നമുക്ക് മുന്നേ നടന്ന പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച അങ്ങനെ ഒരു പ്രയോഗം ഉസ്താദിൽ നിന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടന്ന് നമ്മളെ കാണിച്ചു തന്ന ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിവാറിൽ ഒത്തുചേരാൻ അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾ സ്നേഹിച്ചവർ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ.
അള്ളാഹുവെ, ഞങ്ങൾ ഈ ഒരുമിച്ചുകൂടി ഇവിടെ പറഞ്ഞത് ഇരിക്കുന്ന വലിയ ആലിമീങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാൻ ഞാനൊരു മുത്തഅല്ലിമാണ്, പിന്നെ മൗലിദ് ഓതുകയാണല്ലോ എന്നുള്ള നിലക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹുവെ, ഇത് നീ കബൂലാക്കണേ റഹ്മാൻ. ഞങ്ങൾക്ക് ഈ സന്തോഷം നാളെ അവിടുത്തെ ജിവാറിലെത്താൻ ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 3 സ്വഹാബിമാര് വന്നു സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. എന്നിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ളതും അവിടുന്ന് താല്പര്യത്തോടെ കഴിച്ചതുമായ ഒരു ഭക്ഷണം ഞങ്ങൾക്കുണ്ടാക്കി തരാമോ? അപ്പൊ പറഞ്ഞു, അൻതും ലാ തസ്തഹീനൽ യൗം, ഇന്ന് നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെടൂല മക്കളെ. ആരാണ് വന്നത്? ഒന്ന് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോളുടെ മകനാണ്. രണ്ടാമത് വന്നത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്റെ മകൻ. എല്ലാം കുടുംബക്കാരാണ്. മൂന്നാമത്തെ ആള് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബ് എന്നവരുടെ മകൻ, ജഅഫർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹ്. ഈ 3 മക്കളും പേരക്കുട്ടികളെന്ന് വേണമെങ്കിൽ പറയാം. വന്നിട്ടാണ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുകയും താല്പര്യത്തോടെ കഴിക്കുകയും ചെയ്ത ഭക്ഷണം ഒന്നുണ്ടാക്കി തരാമോ? അപ്പോഴാണ് ബീവി സൽമാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതൊന്നും നിങ്ങൾക്ക് പറ്റൂലട്ട മക്കളെ, ഇന്നൊക്കെ കുറെ കാലായില്ലേ. അല്ല, ഞങ്ങൾക്കത് വേണം. ബഹുമാനപ്പെട്ട ഇമാം തബറാനി ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. അവിടെ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് പിടിക്കൂല മക്കളെ. ഇല്ല, ഞങ്ങൾക്ക് എന്നാലും വേണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സൽമാ റളിയല്ലാഹു തആല അൻഹ ഒരു പാത്രം എടുത്തു വെച്ചു. വെച്ചിട്ടൊരു കുറച്ച് ഗോതമ്പിന്റെ പൊടി എടുത്തു. ഗോതമ്പിന്റെ പൊടി എടുത്താൽ നമ്മൾ ശമായിലിൽ പഠിച്ചിട്ടില്ലേ, നിങ്ങളുടെ കാലത്ത് ഈ ഗോതമ്പിന്റെ പൊടി അരിക്കുന്ന അരിപ്പയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അന്ന് അരിപ്പയൊന്നുമില്ല. ഇവിടെ അരിപ്പാന്ന് പറയാത്ത അരിപ്പാന്ന് പറയാ. അരിപ്പുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പിന്നെ നിങ്ങൾ എന്താ ചെയ്യാ? ഗോതമ്പ് കുത്തിപ്പൊടിക്കും, അതിന്റെ ഊമി ഊതിക്കളയും. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, അല്ലാഹു ആഫിയത്ത് സിഹത്ത് നൽകട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മക്കള് പേരക്കുട്ടികളോട് പറയാണ്, അത് ഗോതമ്പിന്റെ കുറച്ച് പൊടിയെടുത്തു, അതിലൽപ്പം വെള്ളം ഒഴിച്ചു, അല്പം ഒലീവ് ഓയിലും ഒഴിച്ചു, എന്നിട്ട് അല്പം കുരുമുളക് പൊടി അതിലിട്ടു, അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഹാദാ, ഇതാണ് എൻ്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ കഴിക്കുകയും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്തത്. എഴുതിയിട്ട് പറയേണ്ടി, ഇതായിരുന്നു ആ ജീവിതം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതം അതായിരുന്നു. ഇന്ന് നമ്മളെല്ലാവരും മുത്തഅല്ലിമുകളായി, മുഅല്ലിമുകളായി, മുദർരിസുമാരായി. ചില മുദർരിസുമാരെങ്കിലും ചിന്തിക്കും, ഞാനോ ജീവിതത്തിന് പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു, എൻ്റെ മക്കൾ ഇങ്ങനെ ആവരുത് എന്ന് കരുതി പല മുസ്ലിയാന്മാരും ഇന്ന് അവരുടെ മക്കളെ പൊതുരംഗത്തേക്ക്, പൊതുജോലികളിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു ദയനീയമായ കാഴ്ച കാണുന്നുണ്ട്. കാരണം എന്താ? ഞാൻ മൂല്യരായതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ കുറെ കഷ്ടപ്പെടേണ്ടി വന്നു. എൻ്റെ മകൻ കഷ്ടപ്പെടരുത്, അതുകൊണ്ട് അവൻ ഗൾഫിൽ പോട്ടെ, അതുകൊണ്ട് അവൻ ജോലിക്ക് പോട്ടെ, അതുകൊണ്ട് അവൻ പഠിക്കാൻ പോട്ടെ. ഇതിന്ന് പല മുസ്ലിയാന്മാരെയും ഇന്ന് അലട്ടിയിട്ടുണ്ട്. ഈ ക്ഷമിക്കുന്നതിനാണ് നാളെ സ്വർഗം വെച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നത് ചിലപ്പോൾ നമ്മൾ മറന്നുപോകുന്നു. ഞാൻ ഒരു മുസ്ലിയാരായത് എനിക്ക് അള്ളാഹു ചെയ്ത നിഅമത്താണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നണം. എൻ്റെ മകനും ഒരു മുസ്ലിയാരാവണം. വീട് ചെറുതേ ഉണ്ടാവുള്ളൂ എൻ്റെ മുസ്ലിയാരായാലും, വാഹനം ചിലപ്പോൾ ഉണ്ടാവൂല, പക്ഷേ അപ്പുറത്ത് വലിയൊരു സ്വർഗമുണ്ട് എന്ന് നമ്മുടെ മനസ്സിലെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് ഏറ്റെടുക്കുക? പിന്നെ ആരാണ് ഈ ദീന് സഹിക്കാനുണ്ടാവുക? പിന്നെ ആരാണ് ഈ ദീന് വഹിക്കാനുണ്ടാവുക? അടുത്തിടെ പല മുസ്ലിയാന്മാരിൽ നിന്ന് കേട്ടു, ഞാൻ മോളെ കെട്ടിക്കേണ്ട സമയത്ത് കുറെ കഷ്ടപ്പെട്ടു, ഞാൻ വീട് വെക്കാൻ നേരം കുറെ പ്രയാസപ്പെട്ടു, എൻ്റെ മോൻ അത് ഉണ്ടാവരുത്, അതുകൊണ്ട് മോൻ മൂല്യരാവണ്ട, മോൻ കച്ചവടത്തിന് പോട്ടെ, മോൻ ഗൾഫിൽ പോട്ടെ. ഈ ചിന്ത ഇന്ന് ദുനിയാവ് നമ്മളിലേക്ക് അടിച്ചു കയറിയപ്പോൾ നമുക്കുണ്ടായി. എൻ്റെ നാട്ടുകാരനായ സാധാരണക്കാരൻ വലിയ വാഹനത്തിൽ പോയപ്പോ എനിക്ക് ചെറിയ വാഹനം ഉണ്ടായുള്ളൂ. പരിഭവപ്പെടണ്ട, ആ സഹിക്കുന്നതിനാണ് നാളെ സ്വർഗം. എന്റെ അപ്പുറത്തുള്ള സമ്പന്നനായ ഒരാൾ വലിയ വീട് വെച്ചപ്പോ എനിക്ക് ചെറിയ വീട് ഉണ്ടായുള്ളൂ, ആ സഹിച്ചതിനാണ് നാളെ സ്വർഗം.
ഈ ലാളിത്യത്തിനാണ് സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ ആകെ ഈ സ്റ്റേജിന്റെ വലിപ്പമുള്ള ഒരു വീട്ടിലല്ലേ 1/2 നൂറ്റാണ്ടിലേറെക്കാലം ജീവിച്ചത്. ഇത് നമ്മളല്ലാതെ പിന്നെ ആരാണ് ഓർക്കുക? നമ്മളല്ലാതെ ആരാണിത് പറഞ്ഞു കൊടുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഹുജറത്തു ഷരീഫ ഹഫ്സ ഉമ്മയുടെ വീടാണ്, ആയിഷ ഉമ്മയുടെ വീടാണ്, ഫാത്തിമ ബീവിയുടെ വീടാണ്. അതിന്റെ അപ്പുറത്ത് സൗദാ ബിന്ത് സൽമ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. 5 പേരുടെ വീടാണ് ആ ഉർഫ. ആ ഹുജറത്തു ഷരീഫയും സലാം പറഞ്ഞിറങ്ങുന്നതിന്റെ ഇടതുഭാഗവും കൂടെ കൂട്ടിയാൽ 5 പേരുടെ വീട് നിന്ന സ്ഥലത്താണ് ഇന്ന് ആ ഹുജറത്തു ഷരീഫയും അല്പസ്ഥലവും നിൽക്കുന്നത്. അപ്പൊ നമ്മളെ വീട് എത്ര വലുതാ? ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് നമ്മൾ വായിച്ചില്ലേ? അന്ന് ഞങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. സഹീഹുൽ ബുഖാരിയിലെ ഏറ്റവും വലിയ ഹദീസ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള ആരോപണം പറഞ്ഞ വിശദമുള്ള ഹദീസാണ്, ഏറ്റവും ദൈർഘ്യമുള്ള ഹദീസ്. അതിൽ രാത്രിയിൽ ഞങ്ങൾ പോകുന്നു വെളിപ്രദേശത്തേക്ക്. അന്ന് ഞങ്ങൾക്ക് ബാത്റൂം ഉണ്ടായിരുന്നില്ല മദീനയിൽ. അപ്പോ ചിലപ്പോ നമ്മുടെ വീട്ടിൽ ബാത്ത് അറ്റാച്ച്ഡ് റൂം ഉണ്ടാവില്ല, എന്നാലും നമ്മൾ മൗലിയാരായി തന്നെ നിൽക്കണം. നമ്മളെ മക്കളെ ആലിമീങ്ങളാവണം, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവണം. നമുക്ക് ഗിനൻ നഫ്സ് ഉണ്ടാകും, ഖനാഅത്ത് നമ്മളിലേക്ക് വരണം. ഹറാമിലേക്ക് നമ്മൾ പോകരുത്, അനാവശ്യ ഇടപാടിലേക്ക് നമ്മൾ പോകരുത് എന്ന് ഞാനും നിങ്ങളും മുത്തഅലീങ്ങളാവാനുള്ള ജീവിതം പൊന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാനും പിൻപറ്റാനും ജീവിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വമൗലാനാ وملاذنا وقرة أعيننا وحبيب قلوبنا وطبيب فؤادنا محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങളുടെ എല്ലാമായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞു. അത് സ്വീകരിക്കപ്പെടുന്നൊരു മൗലിദായി ഞങ്ങൾ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഖൽബിലൊക്കെ ഒരുപാട് മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്കിന്റെ അൻവാറുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും നൽകി അവസാനം അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ നിന്നിലേക്ക് വിളിക്കണം റഹ്മാനെ. നാളെ ഞങ്ങളെ ഖബറിൽ കൊണ്ടുവെക്കുമ്പോൾ ഞങ്ങൾക്ക് കാണിക്കപ്പെടുന്നത് ആ നേതാവിന്റെ തിരുമുഖമായിരിക്കും. അമ്മൽ മുഅ്മിനു അവിൽ മൂഖിൻ, അപ്പോൾ ഉറച്ച വിശ്വാസമുള്ള മുഅ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുന്നത് പോലെ ഞങ്ങൾക്ക് അവിടുത്തെ ഉൾക്കൊണ്ട് തിരിച്ചറിഞ്ഞ് അവിടുത്തെ മഹബ്ബത്ത് അടയാളപ്പെടുത്താൻ ഭാഗ്യം നൽകണം റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള ഖബറാക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ഖബറിലേക്ക് മദീനത്തു നിന്നൊരു നോട്ടമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഖബർ മുനവ്വറാക്കണേ റഹ്മാനെ. ആ വെളിച്ചത്തിന്റെ ഒരു ശകലം നാളെ ഞങ്ങളുടെ ഖബറിലേക്കും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറിലേക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വയനാട് മരണപ്പെട്ടു പോയ കുറേ മുസ്ലിമീങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമഅക്ക് ഞങ്ങൾ ചൂരൽമലയിലായിരുന്നു. ജുമാ നിസ്കാരം കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞപ്പോൾ കൈപിടിച്ചിട്ട് ഓരോരുത്തർ പറയാണ്, 2 പെങ്ങളും ഒലിച്ചുപോയി, സഹോദരങ്ങളൊക്കെ മരിച്ചുപോയി, കുടുംബങ്ങളൊക്കെ മരണപ്പെട്ടു പോയി. അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ കൈപിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ മരണപ്പെട്ടവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അനാഥരായവർക്കൊക്കെ നീ ഖൈറും സുരക്ഷയും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ സമാധാനത്തോടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജനാസകൾ കൊന്നുകൂടി കിടക്കുന്നുണ്ട്. കുഞ്ഞുമക്കളുണ്ട്, ഉമ്മമാരുണ്ട്, വലിയവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അല്ലാ, മസ്ജിദുൽ അഖ്സ ഞങ്ങൾക്ക് മോചിപ്പിച്ചു തരണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് മോചിപ്പിച്ചു തരണേ റഹ്മാനെ. അവിടെ കൊല്ലപ്പെട്ടവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ബാക്കിയുള്ളവർക്കൊക്കെ സുരക്ഷ നൽകണേ റഹ്മാനെ. അക്രമികളെ നീ നിയന്ത്രിക്കണേ റഹ്മാനെ. അല്ലാ, ബൈത്തുൽ മുഖദ്ദസിൽ പോയി ഞങ്ങൾക്ക് ഇനിയും ഒരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത ആ പള്ളിയിൽ ഞങ്ങൾക്ക് ഇനിയും ചെന്നൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം നൽകണേ റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أصلحنا وأصلح أولادنا بما أصلحت به عبادك الصالحين، واجعلنا واجعل أولادنا من علمائك العاملين ومن حفظة كتابك الكريم وخدام أهل السنة والجماعة يا رب العالمين. اللهم طول أعمار مشايخنا رئيس العلماء وسلطان العلماء وسائر مشايخنا يا رب العالمين. اللهم ارفع درجات
مشايخنا وساداتنا شيخنا تاج الشريعة وتاج الفقهاء وتاج العلماء ونور العلماء وكنز العلماء وقرة السادات رضي الله تعالى عن كل واحد منهم أجمعين وصلى الله تعالى وسلم. എല്ലാവരും ദുആ ഇറക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.